വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, സമീർ ബിൻ കരീം പാണക്കാട് നിന്ന് ചേരുന്നുണ്ട്. സുരജ് സജി തേക്കിൻകാട് നിന്നും, അരുൺ പാറയ്ക്കൽ മധൂർ പഞ്ചായത്തിലെ കുട്ലുവിൽ നിന്നും, മുഹമ്മദ് റഹീസ് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും, ഐഷത്തുൽ ഷംന പാലക്കാട് നഗരസഭയിൽ നിന്നും, സുർജിത്ത് അയ്യപ്പത്ത് കൽപ്പറ്റയിൽ നിന്നുമാണ് ചേരുന്നത്. ആദ്യം സമീർ സി മുഹമ്മദിലേക്കാണ്. സമീർ, കോഴിക്കോട്ട് എന്താണ് ബൂത്തുകളിൽ നിന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? 6 മണിയോടുകൂടി മോക്ക് പോളിംഗ് തുടങ്ങാൻ പോകുന്നു. 7 മണിക്ക് ബൂത്തിലേക്ക് എത്തും. കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സമീർ. റിജിത്ത്, ആവേശകരമായ കൊട്ടിക്കലാശമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്നലെ മൗനപ്രചാരണമായിരുന്നു. ഇന്നിപ്പോൾ സംവിധാനാവകാശം രേഖപ്പെടുത്താൻ വോട്ടർമാർ എത്തുകയാണ്. വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ തലക്കടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. ശ്രീകുമാരാശ്രമം LP സ്കൂളിലെ പോളിംഗ് ബൂത്താണ്. ഇവിടെ 2 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യത്തിൽ ഉള്ളത് നമുക്ക് കാണാം. ഇവിടെ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ്. പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണാം. 3 സ്ഥാനാർത്ഥികൾ. അതുപോലെ തന്നെ പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയുണ്ട്. തൊട്ടുപിറകെയായിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളുമുണ്ട്. വലിയ രീതിയിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാലിന്യ സംസ്കരണത്തിലൊക്കെ പ്രത്യേകമായിട്ടുള്ള യൂണിറ്റുകളുമുണ്ട്. ഇപ്പോൾ മോക്ക് പോളിംഗിനായുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് എത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ വോട്ടർമാരും അവിടെ വരുന്നു. അവരെ തിരിച്ചറിയൽ കാർഡൊക്കെ പരിശോധിക്കുന്നു. അതിനുശേഷം ഇവിടെ അതിൻ്റെ മഷി, നമുക്കറിയാം നമ്മുടെ കയ്യിൽ പുരട്ടി തരുന്ന ആ മഷിയാണിത്. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ അതിൻ്റെ പരിശോധനയും പിന്നീട് വന്നുകൊണ്ട് വളരെ സുരക്ഷിതവും അതുപോലെ തന്നെ വളരെ രഹസ്യ സ്വഭാവത്തോടും കൂടി തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. നമുക്ക് അതിൻ്റെ ചിഹ്നങ്ങളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് കാണാൻ ആവും. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ജില്ലാ പഞ്ചായത്ത് അതിങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം, അതിനെ നമുക്ക് അങ്ങനെ അമർത്താനുള്ള സൗകര്യം. അതുപോലെ തന്നെ തൊട്ടുപിറകെയായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികൾ, ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരുമൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കാണാം. അങ്ങനെ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പിന്നീട് പുറത്തേക്ക് പോകാനുള്ള സൗകര്യം, ഇങ്ങനെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 6 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കും. 7 മണിയോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പും ആരംഭിക്കും. നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ 26,82,682 പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 6,328 സ്ഥാനാർത്ഥികളുമുണ്ട്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കെടുത്തുകൊണ്ട് വലിയ സുരക്ഷയുമുണ്ട്. പ്രധാനമായും 731 ഇടങ്ങളിലാണ് ജില്ലയിൽ പ്രശ്ന സാധ്യതാ ബൂത്തുകളായിക്കൊണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും അധികം പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉള്ളത് കോഴിക്കോട് റൂറൽ മേഖലയിലാണ്. 577 ഇടങ്ങളിലാണ് പ്രശ്ന സാധ്യതാ ബൂത്തുകളുള്ളത്. പ്രത്യേകിച്ചും അവിടെ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന 51 പോളിംഗ് ബൂത്തുകൾ ഉണ്ട്. ഈ ഭാഗങ്ങളിലുള്ള ഈ പോളിംഗ് സ്റ്റേഷനിലൊക്കെ തന്നെ വിപുലമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സായുധ സേനയുടെ കൂടെ സഹായത്തോടു കൂടി തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാഡം, ഇപ്പോൾ ഇതിൻ്റെ ചെക്കിങ് നടക്കുകയാണോ? എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് കാണിച്ചു തരാമോ? CU ബാറ്ററി ഇൻടാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബാലറ്റ് യൂണിറ്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഏതെങ്കിലും പോൾഡ് വോട്ട്സ് ഉണ്ടോ, ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കുന്നു. അത് ക്ലിയർ ചെയ്യുന്നു. ടോട്ടൽ 0 ആണെന്ന് എൻഷുർ ചെയ്യുന്നു. മോക്ക് പോളിന് വേണ്ടിയിട്ട് മെഷീൻ റെഡിയാക്കി വയ്ക്കും. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റാണ്? പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. റിജിത്ത്, ക്രിസ്റ്റിന, അപ്പോൾ അതിൻ്റെ മോക്ക് പോളിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടെ സംവിധാനങ്ങളോട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് പാണക്കാട് CKM LP സ്കൂളിൽ സമീർ ബിൻ കരീമുണ്ട്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. പാണക്കാട് CKM LP സ്കൂളിലാണ് സമീർ എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഈ മോക്ക് പോളിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ സജ്ജമായോ? എന്താണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരസഭാ പരിധിയിലെ പാണക്കാട് CKM LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. 2 ബൂത്തുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫുൾ സജ്ജമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. 6 മണിക്ക് തന്നെ ഈ മോക്ക് പോൾ ആരംഭിക്കും. നിലവിൽ നടത്തിയ പരിശോധനയിൽ ഒരു പ്രശ്നങ്ങളും തന്നെ ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, പോളിംഗ് ബൂത്തിനകത്ത് ഉദ്യോഗസ്ഥർ അതിന് വേണ്ട സംവിധാനങ്ങളും മറ്റു അവസാനഘട്ട ഒരുക്കങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇവിടെ 2 ബൂത്തുകളാണ് ക്രമീകരിച്ചത്. അതിൽ 800-ലധികം വോട്ടർമാരുള്ളൊരു ബൂത്തും 700-ലധികം വോട്ടർമാരുള്ള മറ്റൊരു ബൂത്തുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോകാം. നിലവിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ? പിന്നെ സജ്ജമാക്കിയോ? റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ വോട്ടർമാരുണ്ട് ഇവിടെ? 821.
ഇപ്പോൾ നമ്മൾ പ്രാഥമികമായി പരിശോധിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല എല്ലാം റെഡിയാണ്, ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 മണിക്ക് മോക്ക് പോൾ തുടങ്ങും, ഇത്രേ ഉള്ളൂ. വേറെ ഏജൻറ്മാരിഞ്ഞ് വരും, ഏജൻറ്റ് 5:45 വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 6 മണിയാകുമ്പോഴേക്ക് വന്നു കഴിഞ്ഞാൽ മോക്ക് പോൾ തുടങ്ങാം. പിന്നെ ഒരു 7 മണിയാകുമ്പോൾ പോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. എത്രത്തോളം വോട്ടർമാരുണ്ട്? ഇവിടെ 2 ബൂത്താണല്ലോ ഉള്ളത്. 2 ബൂത്താണിത്. നമ്പർ 1 അത്. ഇവിടെ 821 വോട്ട്. ക്രിസ്റ്റീന, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 2 ബൂത്തുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നതും ഇവിടെയാണ്. അദ്ദേഹം ഇവിടുത്തെ അവിടുത്തെ ഒരു പോരാട്ട ചിത്രത്തിലേക്ക് കൂടി വന്നാൽ വാശിയേറിയ പ്രചാരണം നടന്ന ഇടമാണ്. അതിൽ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാവുന്ന തരത്തിലുള്ള പ്രചാരണ വിഷയങ്ങൾ പ്രധാനമാകുന്നൊരിടം കൂടിയാണ്. UDFന്റെ വെൽഫെയർ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സമീർ. തീർച്ചയായും ഈ UDFിലെ നിലവിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്നുള്ളത് UDFന്റെ വെൽഫെയർ പാർട്ടി ബന്ധമെന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ചർച്ചയായതും വോട്ടിനെ സ്വാധീനിക്കുന്നതും മലപ്പുറം ജില്ലയിലാണ്. കാരണം മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മുസ്ലിം ലീഗും ഒപ്പം തന്നെ UDFും വെൽഫെയർ പാർട്ടിയുമായി വലിയ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വെൽഫെയർ പാർട്ടി UDFിനെ പിന്തുണക്കുന്നു, UDF വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നു. അങ്ങനെ അത് വലിയ തരത്തിൽ LDF അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയും സമസ്ത അടക്കമുള്ള ചില മുസ്ലിം സംഘടനകൾ അതിനെ എതിർക്കുകയും ഒക്കെ തന്നെ ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ വെൽഫെയർ പാർട്ടി വോട്ടുകൾ, വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്വാധീനം അത് എങ്ങനെ UDFിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കാര്യമായി തന്നെ അത് ബാധിക്കില്ല, അത് പോസിറ്റീവായി ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് UDFിന്റെ കണക്കുകൂട്ടൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാം മലപ്പുറം ജില്ല എന്നുള്ളത് UDFിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഈ ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുന്നു, കൂടുതൽ മുനിസിപ്പാലിറ്റികൾ, കൂടുതൽ പഞ്ചായത്തുകൾ, കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം തന്നെ UDF ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും, എല്ലാം നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് UDFിന്റെ കണക്കൂട്ടൽ. പക്ഷേ ശക്തമായ അടിയൊഴുക്കുണ്ടാകും. ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ താല്പര്യക്കുറവുള്ള വോട്ടർമാരുണ്ട്, UDF പ്രവർത്തകരുണ്ട്, അവരുടെ ഒക്കെ തന്നെ ഒരു അടിയൊഴുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അത്തരം അടിയൊഴുക്കിൽ പ്രതീക്ഷ വെച്ചാണ് LDFും നിലവിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ളതാണ് LDFിനെയും കണക്കുകൂട്ടൽ. മലയോര മേഖലയിലേക്ക് വരികയാണെങ്കിൽ PV അൻവറും നിലവിൽ സ്ഥാനാർത്ഥികളെ ചിലയിടങ്ങളിലൊക്കെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ നഗരസഭ അടക്കമുള്ളവ ഇടത്തോട്ട് ചായുമോ വലത്തോട്ട് ചായുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏറെ നിർണായകമാണ്. ഏതായാലും ഇന്ന് കൃത്യം 6 മണിക്ക് തന്നെ മോക്ക് പോൾ ആരംഭിക്കും, 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീർ ബിൻ കരീമാണ് പാണക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് സൂരജ് സജിയിലേക്കാണ്. തെക്കിൻകാടാണ് സൂരജ് ഉള്ളത്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ ആരെടുക്കും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. ഇപ്പോൾ പലവിധ വിഷയങ്ങളുണ്ട്, വളരെ വാശിയേറിയ വീറും പോരാട്ടവും, ഒപ്പം തന്നെ നമ്മൾ ആ കലാശക്കൊട്ടൊക്കെ കണ്ടതാണ്. തൃശ്ശൂരിൻ്റെതായ പ്രത്യേകതകളുള്ള കലാശക്കൊട്ടിനൊക്കെ ശേഷം ഇപ്പോൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ക്രിസ്റ്റീന, തീർച്ചയായും. അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു അന്ന് BJP തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നത്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിൽ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ടിലെല്ലാം തന്നെ ആ വീറും വാശിയും കണ്ടതാണ്. UDFിനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അത് തൃശ്ശൂർ കോർപ്പറേഷൻ മാത്രമല്ല, മറ്റിടങ്ങളിൽ കൂടി അവർക്ക് വിജയം അനിവാര്യമാണ്. പക്ഷേ LDF ആകട്ടെ പരമ്പരാഗതമായി തന്നെ LDFിന് മേൽക്കൈ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായി കോർപ്പറേഷനിൽ നടപ്പാക്കിയ വികസനം, സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങൾ, ഇതെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ ഒരു പ്രചാരണം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആരായിരിക്കും അല്ലെങ്കിൽ ഒരു ഭരണം പിടിക്കുക എന്ന് പ്രവചനാതീതമായി മാറുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിലുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് വിവേകോദയം സ്കൂളിലാണ്. അവിടെ 2 ബൂത്തുകളാണ് സജ്ജീകരിച്ചത്. തേക്കിൻകാട് ഡിവിഷനിൽ ഇവിടെ 3 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടക്കം പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മോക്ക് പോളിംഗ് 5:45 കൂടി ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വോട്ടിംഗ് യന്ത്രങ്ങളടക്കം സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാർ അവരെല്ലാവരും സജ്ജമായി മോക്ക് പോളിംഗിന് തയ്യാറായിരിക്കുകയാണ്. 5:30 രാഷ്ട്രീയ പാർട്ടി പ്രതികളോട് എത്താൻ നിർദ്ദേശിച്ചു. 5:45 കൂടി ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവസാനവട്ട പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അവർക്ക് കൊടുത്തിട്ടുള്ള മാനുവലാണ്. അതെല്ലാം ഒന്നുകൂടി പരിശോധിച്ച് അവസാനഘട്ട വിലയിരുത്തലുകൾ നടത്തുകയാണ്. അതിനുശേഷം, അതായത് അല്പസമയത്തിനകം തന്നെ ഇവർ ഈ മോക്ക് പോളിംഗിലേക്ക് പോകും. എപ്പോഴായിരിക്കും മോക്ക് പോളിംഗ്? 5:45 തുടങ്ങാനാണ്. അപ്പോൾ പോളിംഗ് ഏജൻസ് വന്നു, ഇപ്പൊ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും മോക്ക് പോള്.
അത് തന്നെയാണ് അതാ ഇപ്പോൾ ഈ പോളിംഗ് ഏജന്റുമാരടക്കം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് അതിരപ്പള്ളിയിലാണ്. അതിരപ്പള്ളിയിലെ 2ാം വാർഡിലാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്. ആകെ 2224 വാർഡുകളുണ്ട്. 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ കോർപ്പറേഷനാണ്. 56 ഡിവിഷനുകളാണ് ഇക്കുറി ഉള്ളത്. കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞാൽ അത് 25 ഡിവിഷനുകളായിരുന്നു. ആ 25 ഡിവിഷനുകൾ LDF സ്വന്തമാക്കുന്നത് ഒരു വിമതനെ, കോൺഗ്രസിന്റെ വിമതനായ MK വർഗീസിനെ ഒപ്പം കൂട്ടിക്കൊണ്ടായിരുന്നു അന്ന് ഭരണം പിടിച്ചത്. 24 സീറ്റ് മാത്രമാണ് അന്ന് UDFന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തൂക്ക് ഭരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അത് മുന്നണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. BJP ആകട്ടെ വലിയ പ്രതീക്ഷ ഇത് സംബന്ധിച്ച് വയ്ക്കുന്നുമുണ്ട്. നഗരസഭകളിലേക്ക് വന്നാൽ 7 നഗരസഭകളിൽ 5ഉം LDFനൊപ്പമാണ്, 2 നഗരസഭ മാത്രമാണ് UDFനൊപ്പം ഉള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 24 സീറ്റ്, 29 ഡിവിഷനുകളാണുള്ളത്. അതിൽ 5 മാത്രമാണ് UDF, 24 LDF ആണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും കണക്ക് പരിശോധിച്ചാൽ 16-ൽ 13 സുരജ്, വാശിയേറിയ പോരാട്ടം, ത്രികോണ പോരാട്ടം പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം തൃശ്ശൂരിലേത് തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെയായിരിക്കുമല്ലോ, കഴിഞ്ഞ തവണത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കണക്കിലെടുക്കുമ്പോൾ. സൂര്യൻ, തീർച്ചയായും അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെയാണ് പ്രധാനമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്നത്. BJP അടക്കം അവരുടെ മേയർ സ്ഥാനാർത്ഥികളെയൊക്കെ ഒരു വേള പ്രഖ്യാപിച്ചതാണ്. അത്തരത്തിൽ 3 മുന്നണികളും ഭരണം പിടിക്കാൻ കഴിയും. ഇപ്പോൾ തൃശ്ശൂരിൽ മോക്ക് പോളിംഗിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മോക്ക് പോളിംഗിലേക്ക് പോകുന്നു. 3 പാർട്ടി പ്രതിനിധികളും എത്തിയതോടുകൂടി, അവരുടെ പോളിംഗ് ഏജന്റുമാർ എത്തിയതോടുകൂടി ഇപ്പോൾ തൃശ്ശൂരിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രം അടക്കം ഈ പോളിംഗ് ഏജന്റുമാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. മോക്ക് പോളിംഗിലേക്ക് തൃശ്ശൂരിൽ പോകുന്നു. TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേഷൻ തന്നെയാണ്. ഒരു 3 മുന്നണികളെയും, അത് UDFനാകട്ടെ, LDFനാകട്ടെ, BJPക്കാകട്ടെ, 3 പേർക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള ഇടമായി മാറുന്നു. കാരണം BJPക്ക് കഴിഞ്ഞ വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് സമ്മാനിച്ച ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മേഖലയിലെല്ലാം തന്നെ അന്ന് സുരേഷ് ഗോപി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടെ തങ്ങൾക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. കാരണം കഴിഞ്ഞ വർഷമൊക്കെ താമര ചിഹ്നത്തിന് വോട്ട് ചെയ്ത ആളുകളാണ്. ഒരു കൊല്ലത്തിനിപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. പക്ഷേ UDF ആകട്ടെ പറയുന്നത് പരമ്പരാഗതമായി തങ്ങളോടൊപ്പം നിന്ന ആളുകളാണ്. പല ഘട്ടങ്ങളിലും അവർ മാറി ചിന്തിച്ചെങ്കിൽ പോലും അവരെ വീണ്ടും മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണ വിഷയം, ദേശീയപാത വിഷയം, അങ്ങനെ നിരവധി വിഷയങ്ങൾ അവർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. LDF തങ്ങളുടെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലുമാണുള്ളത്. TK, ശരി. ഇനി നമ്മൾ പോകുന്നത് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. അവിടെ മുഹമ്മദ് റഹീസ് ഉണ്ട്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ശ്രദ്ധേയമായിരുന്നു. ഈ രാഷ്ട്രീയ അക്രമങ്ങളുടെ ഒരു നാടാണ് കണ്ണൂർ എന്നുള്ളത് മാറ്റണം, ഒരു അക്രമ സംഭവങ്ങളുമില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വിശ്വസിക്കാം. കണ്ണൂരിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ക്രിസ്റ്റീന, TK, വെരി ഗുഡ് മോർണിംഗ്. ഇത്തവണ എന്തായാലും കണ്ണൂർ സൈലന്റ് ആയിരിക്കുമെന്നാണ് കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ ഏറ്റവും വലിയ ശക്തിദുർഗം, പ്രത്യേകിച്ച് CPMന്റെ ശക്തിദുർഗം, അവരുടെ കോട്ടയിൽ ജില്ലാ പഞ്ചായത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി ഒക്കെയും LDF ഭരിക്കുന്നു. പക്ഷേ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അതെപ്പോഴും UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 2 തവണ. ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. അപ്പോൾ അതിനിടയിൽ ഒരു സ്വതന്ത്രൻ ആര് ഭരിക്കണമെന്ന് ആ കോർപ്പറേഷൻ രൂപീകൃതമായ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ്, ഒരു റിബൽ സ്ഥാനാർത്ഥി അദ്ദേഹമാണ് തീരുമാനിച്ചത് ആദ്യം ഈ കോർപ്പറേഷൻ ഭരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ 10 വർഷമേ ആയുള്ളൂ രൂപീകരിച്ചെങ്കിലും ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ. അവിടെ എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ജില്ല ഒന്നാകെ. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള സംസ്ഥാനത്തെ ജില്ലയാണ് കണ്ണൂർ. അവിടെ 1025 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതിൽ തന്നെ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളുണ്ട്. സജ്ജീകരണങ്ങൾ വളരെ രീതിയിൽ ഓരോ നിമിഷവും വെബ് ക്യാമൊക്കെയും നിരീക്ഷിക്കേണ്ട ബൂത്തുകൾ അനവധിയുണ്ട്. പ്രശ്നസാധ്യത നിലവിലുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പ്രശ്നങ്ങൾ ഉണ്ടാകും, സംഘർഷം ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ അതിനെയൊക്കെയും തരണം ചെയ്യാൻ കഴിയുമെന്നാണ് നിലവിൽ പോലീസ് മേധാവി അടക്കം പറയുന്നത്. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ കണ്ണൂരിൽ പ്രാഥമികമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോകുന്നത്.
നമ്മളിപ്പോൾ ഉള്ളത് ഈ ചൊവ്വയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ 2 ബൂത്തുകളാണ്. ഈ കോർപ്പറേഷൻ ഡിവിഷൻ പരിധിയിലെ ചൊവ്വ ഡിവിഷനാണ്. അവിടെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ബൂത്തുകളാണ് ഉള്ളത്. രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെയും കൃത്യമായി അവരുടെ ജോലികളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മോക്ക് പോളിംഗ് മിക്കവാറും 6 മണി കഴിഞ്ഞ് മാത്രമേ തുടങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ബാക്കി സജ്ജീകരണങ്ങളൊക്കെയും നടത്തിക്കൊണ്ടുവരികയാണ്. പ്രധാന പോരാട്ടം നടക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ് ഈ ചൊവ്വ ഡിവിഷൻ. അപ്പോൾ അവിടെ എന്തായാലും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുക്കങ്ങൾ പൂർണ്ണമായിട്ടില്ല, പക്ഷേ അത് തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിലെ മറ്റ് പല മേഖലകളിലും ഇപ്പോൾ മോക്ക് പോളിംഗ് ഒക്കെ ആരംഭിക്കാനുള്ള ഏജന്റുമാരൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷൻ അത് നിലനിൽക്കാൻ വേണ്ടി 18 അടവുമായി പയറ്റുമ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കണ്ണൂർ കോർപ്പറേഷനിലെ പോരാട്ടം ശ്രദ്ധേയമാകുന്നു. LDFന്റെ പ്രത്യേകിച്ച് CPMന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. ശ്രദ്ധേയമായ മറ്റൊന്ന്, അവിടെ ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ 14 എതിരില്ലാതെ LDF തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഇടതുമുന്നണിക്കുണ്ട്. റെയ്സ്, നിശ്ചയമായും അതിൻ്റെ ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. അത് നമുക്കിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മൊറാഴയിലടക്കം 14 ഇടങ്ങളിലാണ് ഈ LDF എതിരില്ലാതെ ജയിച്ചിട്ടുള്ളത്. ആന്തൂരിലും മലപ്പട്ടത്തും ഒക്കെ ആയിട്ട് ഇതുപോലെ 14 ഇടങ്ങളിൽ LDF എതിരില്ലാതെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ UDF അതിൽ നൽകുന്ന മറുപടി, കഴിഞ്ഞ തവണ അത് 18 ആയിരുന്നു, ഇത്തവണ അത് 14 കുറയ്ക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ നേരത്തെ തന്നെ അവർ മുന്നോട്ട് വെച്ച കുറച്ച് ആരോപണങ്ങളുണ്ട്. ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയും അവർ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ NDAയും അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണത്തെയൊക്കെക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ തങ്ങൾക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മത്സര രംഗത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പഞ്ചായത്തുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പ്രധാനമായിട്ടും കണ്ണൂരിൽ സിംഹഭാഗം പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. അവിടെ അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. അതുപോലെ തന്നെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാലും അവർക്കും അവിടെ വലിയൊരു മെജോറിറ്റി ഉണ്ട്. ഏതെങ്കിലും 3-4 സീറ്റുകൾ കാടി നിൽക്കുന്ന വാർഡുകൾ കാടി നിൽക്കുന്ന പഞ്ചായത്തുകളൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെതായ ഒരു ഭാഗം കണ്ണൂരിനെ സംബന്ധിച്ച് എപ്പോഴും അങ്ങനെ ഒരു ഭാഗമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെജോറിറ്റി ഉള്ള കൃത്യമായ ആധിപത്യമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ UDFനെ ആ ഘടകങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവർ ആശ്വസിക്കുന്നത്, അതിലാണ് അവർ പ്രതീക്ഷ വെക്കുന്നത്. കോർപ്പറേഷനിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. ഒപ്പം തന്നെ പഞ്ചായത്തുകളുടെ കാര്യത്തിലും മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ടുള്ള CPM കോട്ടകളുണ്ട്. മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെയും ഏതൊക്കെ തരത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും അവരെ അലട്ടാത്തൊരു സ്ഥലം കൂടിയാണ് കണ്ണൂർ. അവിടെ സാധാരണഗതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ള രീതിയിൽ തന്നെ പോകുന്നു. മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില വാർഡുകളിലൊക്കെയും ഈ പറയുന്ന വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവർക്കും കാര്യമായ പ്രശ്നമില്ല. NDAയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്ന C രഘുനാഥ്, അദ്ദേഹം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ അവരൊക്കെയും എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ ഡിവിഷനിൽ 5 വാർഡുകളിൽ അവർ വിജയപ്രതീക്ഷ വെക്കുന്നുണ്ട്. അതിൽ തന്നെ അവർ ഉറച്ചു പ്രതീക്ഷിക്കുന്ന 3 വാർഡുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ മത്സര രംഗത്ത് എല്ലാവരുമുണ്ട്. ആധിപത്യം LDFന് നിലനിൽക്കുന്നു. കോർപ്പറേഷൻ പരിധിയിൽ വരുമ്പോൾ UDF ഉണ്ട്. ഏതൊക്കെ പഞ്ചായത്തുകളിലേക്ക് UDFന് കടന്നു കയറാൻ കഴിയും, എത്രത്തോളം പ്രതിപക്ഷമായി അവർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും, വാർഡുകൾ ജയിച്ചു കയറാൻ കഴിയും, അതിനപ്പുറം പിന്നീട് പഞ്ചായത്തുകളിലും പ്രാദേശിക മേഖലകളിലുമൊക്കെ തികഞ്ഞ ആത്മവിശ്വാസം ഇടതുമുന്നണി വെച്ചു പുലർത്തുമ്പോഴും കണ്ണൂർ കോർപ്പറേഷൻ ഒരു കീറാമുട്ടിയാണ് എന്ന വിലയിരുത്തൽ ഇടതുമുന്നണിക്കുണ്ട്. പക്ഷേ ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇടതുമുന്നണി. ക്രിസ്റ്റീന, ഈ കഴിഞ്ഞ 1ാം ഘട്ടത്തിലെ പ്രശ്നബാധിത ബൂത്തുകൾ ഏതാണ്ട് 500-ൽ താഴെയായിരുന്നു, 450-നിടയിലോ മറ്റോ ആയിരുന്നു. പക്ഷേ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അത് 2000-ലധികം ആവുന്നത്. അതിൽ തന്നെ 1000-ലധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ നമ്മൾ പോകുന്നത് കാസർഗോഡേക്കാണ്. അവിടെ മധൂർ പഞ്ചായത്തിലെ കുട്ലുവിൽ നിന്ന് അരുൺ പാറക്കലുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം അതെന്താണ്? ഒപ്പം തന്നെ മോക്ക് പോളിംഗിന് സജ്ജമായി കഴിഞ്ഞു? TK വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മധൂർ പഞ്ചായത്തിലെ കുഡ്ലുവിലാണ്. ഇത് കുഡ്ലു ഹൈസ്കൂളാണ്. ഇവിടെ 7 ബൂത്തുകളാണ് നിലവിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നൊരു പിങ്ക് ബൂത്തിലാണ്. പിങ്ക് ബൂത്തിൽ 760ഓളം വോട്ടർമാർ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുമെന്ന പ്രതീക്ഷയാണിപ്പോൾ ഉള്ളത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി മോക്ക് പോളിംഗ് ആരംഭിക്കുക മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാൻ ഉള്ളൊരു താമസമുണ്ട്, സമയത്തിൻ്റെ താമസമുണ്ട്. ഇവരെത്തിച്ചേർന്ന് കഴിഞ്ഞാൽ
ഈ മോക്ക് പോളിംഗ് ആരംഭിക്കും. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇവിടെ 7 ബൂത്തുകളാണുള്ളത്. 7 ബൂത്തുകളിലായി 28 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഈ കുഡ്ലു സ്കൂളിലുള്ളത്. ജില്ലയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയിൽ 11,12,190 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 2855 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ 48 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ഇവിടെ ഈ മത്സരം നടക്കുന്നത്. അതിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ശ്രദ്ധേയമായൊരു പ്രധാന മത്സര കേന്ദ്രം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയായിരുന്നു കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം അതായിരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ SIR-മായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും മറ്റും ഈ ജില്ലയിലുടനീളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ അത് പ്രതിഫലിക്കുമെന്നാണ് LDF-ഉം കണക്ക് കൂട്ടുന്നത്. LDF നേതൃത്വം തന്നെ പറയുന്നത് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ഭരിക്കാൻ സാധിക്കില്ല എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളൊക്കെ കേന്ദ്രീകരിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് ഭരിക്കുന്ന പാർട്ടികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. മറ്റേ 38 പഞ്ചായത്തുകളാണ്. 38 പഞ്ചായത്തുകളിൽ 19 പഞ്ചായത്താണ് LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ. 19 പഞ്ചായത്തുകൾ ഇത്തവണ ഭരണം നിലനിർത്താൻ സാധിക്കുമോ എന്നൊരു ആശങ്ക LDF നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. BJP-ക്കാകട്ടെ 3 പഞ്ചായത്തുകളാണ് BJP നിലവിൽ ഭരിക്കുന്നത്. അത് 9 പഞ്ചായത്തുകളിലേക്ക് ഭരണം ലക്ഷ്യമിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. 5 പഞ്ചായത്തുകളെങ്കിലും പിടിക്കാൻ സാധിക്കുമെന്ന് BJP നേതൃത്വവും കണക്ക് കൂട്ടുന്നുണ്ട്. UDF ആകട്ടെ 20 പഞ്ചായത്തിലെങ്കിലും ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന് UDF നേതൃത്വവും കണക്ക് കൂട്ടുന്നുണ്ട്. ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് BJP-ക്കും ലീഗിനും സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. ആ ഭാഗത്തൊക്കെ തന്നെ മതം രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം കൂടി കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ ശക്തമായ മത്സരമുണ്ടാകും. മാത്രമല്ല സെൻസിറ്റീവ് ബൂത്തുകൾ പോലും ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ നിൽക്കുന്ന ഈ ബൂത്ത് പോലും സെൻസിറ്റീവ് ബൂത്താണ്. മധൂർ പഞ്ചായത്ത് 45 വർഷമായി BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. അങ്ങനെ തെക്കൻ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനും ലീഗിനുമൊക്കെ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശ സമയത്തും ഈ പടന്ന അതുപോലെ തന്നെ തൃക്കരിപ്പൂർ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ CPM ലീഗ് സംഘർഷങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ലീഗിൻ്റെ പ്രചരണ വാഹനത്തിൽ CPM-ന്റെ പ്രചരണ വാഹനത്തിൽ ലീഗിൻ്റെ കൊടി കെട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ സംഘർഷ സാധ്യതയും ജില്ലയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ അടിയൊഴുക്കുകളും ആശങ്കകളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആർക്ക് വോട്ട് ചെയ്യും, എന്ത് സംഭവിക്കുമെന്നൊരു ആശങ്ക ഇപ്പോഴും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ മുന്നണികളും പങ്കുവെക്കുന്നുണ്ട്. റീജിത്ത്, ക്രിസ്റ്റീന. കാസർഗോട്ട് ഇത്തവണ മികച്ച മുന്നേറ്റം ഉണ്ടാക്കും എന്ന അവകാശവാദം BJP ഉന്നയിക്കുന്നുണ്ട്. പഞ്ചായത്തുകളിലടക്കം ഭരണം പിടിക്കുന്നതിൽ എണ്ണം വർദ്ധിപ്പിക്കും എന്ന ആത്മവിശ്വാസം BJP നേതൃത്വം വെച്ച് പുലർത്തുന്നുണ്ട്. 2 വാർഡുകളിൽ ഇതിനോടകം അവിടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം കൂടി കാസർഗോഡ് ജില്ലയിലുണ്ട്. എന്തായാലും വാശിയേറിയ പ്രചാരണത്തിനൊക്കെ ഒടുവിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവ ദിനത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു ജനം. ഇതിൽ തന്നെ ഏതാണ്ട് 1.5 കോടിയിലധികം വോട്ടർമാരാണ് ഈ 7 ജില്ലകളിലുമായി 2ാം ഘട്ടത്തിൽ ബൂത്തിലേക്ക് എത്താൻ പോകുന്നത്. പതിവ് പോലെ തന്നെ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ്. ഇനി പാലക്കാട്ടെ വിശേഷം. അതെ, അപ്പോൾ പാലക്കാട്ടേക്ക് നമ്മൾ പോവുകയാണ്. ആയിഷത്തുൽ ഷംനയാണ് IMA ഹാളിൽ നിന്ന് ചേരുന്നത്. ആയിഷത്തുൽ ഷംന, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമാണല്ലോ ഈ കുന്നത്തൂർമേട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വോട്ടുള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഷംന നിൽക്കുന്നിടത്ത് IMA ഹാൾ ഒരു ബൂത്താണല്ലോ, അപ്പോൾ അവിടുത്തെ ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായോ? ഇനിയിപ്പോൾ മോക്ക് പോളിന് നിമിഷങ്ങൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ? ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ ഈ മോക്ക് പോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തുടങ്ങും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. രാഹുൽ ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ച സ്ഥിതിക്ക് ഇന്ന് രാഹുൽ എത്തുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ഇതുവരെയും ലഭ്യമാകുന്നത്. ഉച്ചയോടുകൂടി തന്നെ രാഹുൽ എത്തി വോട്ട് രേഖപ്പെടുത്തും. 24ാം വാർഡിലാണ് രാഹുലിന് വോട്ടുള്ളത്. എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഈ മറ്റ് ഒരുക്കങ്ങൾ, അതായത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ, ചൂടേറിയ ചില ചർച്ചകളൊക്കെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയായിരുന്നു ഇത്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്നു. മറ്റ് നഗരസഭകൾ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ 7 നഗരസഭകളാണ് ഉള്ളത്. അതിൽ തന്നെ മറ്റ് 5 നഗരസഭകളിലും കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളാണ്. മറ്റൊന്ന് UDF-നാണ്, മണ്ണാർക്കാട് UDF-നാണ് സ്വാധീനമുള്ളത്. പാലക്കാട് BJP-ക്കാണ്. പക്ഷേ കൃത്യമായി തന്നെ അത് എല്ലാ
മുന്നണികളും വളരെ അധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ BJP പാലക്കാട് നോക്കുകയാണെങ്കിൽ BJP ഭരണ തുടർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. കൃത്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇത്തവണ ഇടതുപക്ഷവും ഇവിടെ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ചില ചർച്ചകളൊക്കെ വളരെ സജീവമായി തന്നെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ച് വിഭാഗീയതയായിരുന്നു ഏറ്റവും കൂടുതൽ തലവേദനയായി നിന്നിരുന്നത്. ഈ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുൻ നഗരസഭാ അധ്യക്ഷ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ഈ രാഹുൽ നേതാക്കളുടെ വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ നേതാക്കൾ ഇറങ്ങരുത്, പ്രചാരണത്തിന് രാഹുൽ ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ടാണ് രാഹുൽ UDF പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി വീടുകൾ കയറി ഇറങ്ങിയത്. അതൊക്കെ തിരിച്ചടിയാകും UDFന് എന്നൊരു കണക്കുകൂട്ടലിലാണ് BJP ഉള്ളത്. എന്തായാലും മറ്റൊന്നുള്ളത് ഈ ഇടതുപക്ഷത്തിന് CPM CPI തർക്കം, മറ്റൊന്ന് ഈ വിമതരുടെ വലിയ ശല്യം, അതൊക്കെ ഇത്തവണ വലിയ ചർച്ചയായിരുന്നു. എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനുള്ളത്. ഏകദേശം 6000-ലധികം സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. 24,33,390 വോട്ടർമാരാണ് ഇന്ന് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം നമ്മളുള്ളത് മറ്റൊന്ന് പാലക്കാട് കല്ലേക്കാട് എന്ന് പുറത്തു വരുന്ന വിവരമാണ്. അവിടെ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന വിവരം വരുന്നു. ഒരാളുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥിക്കും സംഘത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്താണ് ഉയർന്നു വന്നിരിക്കുന്ന പരാതി? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? ഈ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. എന്താണ് വിവരങ്ങൾ ഐഷത്തുൽ ഷംന? ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. കല്ലേക്കാടാണ് സംഭവം ഉണ്ടാകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥിക്ക് നേരെയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നേരെ അത്തരത്തിലുള്ള ഒരു വീട്ടിലാണ് DCC സെക്രട്ടറിയായ നന്ദബാലന്റെ വീട്ടിലേക്കാണ് ഈ ഒരു സംഘം അർദ്ധരാത്രിയോടുകൂടി അതിക്രമിച്ചു കയറുന്നതും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്നതും. എന്തായാലും CPIM പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആരോപണം. ഈ സംഭവത്തിൽ ഇനി പോലീസ് അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകും. DCC നേതൃത്വം തന്നെ ഇത്തരത്തിൽ ഒരു പോലീസിൽ പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. റിജിത്ത്, ഷംനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് പ്രധാനമായ ശ്രദ്ധേയമായ ഒരിടമാണ്. പാലക്കാട് നഗരസഭയിലൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് അവിടെ BJP. പക്ഷേ ഇത്തവണ BJPയെ വീഴ്ത്തും എന്നുള്ള ആത്മവിശ്വാസം ഇടത് ക്യാമ്പിൽ നിന്നും UDF ക്യാമ്പിൽ നിന്നും ഒക്കെ നേതാക്കൾ വെച്ച് പുലർത്തുന്നത് നമ്മൾ കണ്ടു. BJPക്കകത്തുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളും വിഭാഗീയതയും ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നതൊക്കെ പ്രധാനമായ രാഷ്ട്രീയ ചോദ്യങ്ങളായി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലായിടത്തും ഒരുപക്ഷെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ വിവരങ്ങളിലേക്ക് കൂടെ കടക്കാമെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി വിവിധ ജില്ലകളിലേക്ക് പോകാം. ആദ്യം നമ്മൾ പോകുന്നത് സമീർ ബിൻ കരീമിലേക്കാണ്. സമീർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. മോക്ക് പോളിംഗ് ആരംഭിച്ചോ? സമീർ ബിൻ കരീമാണ് CKM LP സ്കൂൾ പാണക്കാട് എന്ന് ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചോ? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഈ പോളിംഗ് ഏജന്റുമാരും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യമായ പരിശോധനയും ഒക്കെ തന്നെ ഇപ്പോൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പാണക്കാട് CKM LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1-2 പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പോളിംഗ് ഉദ്യോഗസ്ഥർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജന്റുമാരും ഒക്കെ തന്നെ സംസാരിക്കുകയും അവരും ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് പോളിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വോട്ടർമാരുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം എന്നുള്ളതാണ്. 36 ലക്ഷത്തിലധികം വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബൂത്തുകളും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല 200-ലധികം ഈ സെൻസിറ്റീവ് ബൂത്തുകളും 18ഓളം ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളും ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് മലപ്പുറം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ മാവോയിസ്റ്റ് ഭീഷണി ഒക്കെ നേരിടുന്ന പശ്ചാത്തലമുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഈ സുരക്ഷ ഒക്കെ തന്നെ ശക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 5000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി നിലവിൽ ജില്ലയിൽ വിന്യസിച്ചിരിക്കുന്നത്. 3000-ഓളം പോലീസുകാർ ജില്ലക്കകത്തുനിന്നും 2000-ഓളം പോലീസുകാർ ജില്ലക്ക് പുറത്തുനിന്നും എത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിന്യസിച്ചിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ പ്രചാരണമൊക്കെ തന്നെ നടന്ന ഒരിടം കൂടിയാണ് മലപ്പുറം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് UDF-മായി ബന്ധപ്പെട്ടാണ്
നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും ഈ വെൽഫെയർ പാർട്ടി ബന്ധം തന്നെയായിരുന്നു സംസ്ഥാനത്തുടനീളം ചർച്ച ചെയ്തത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ്. കാരണം മലപ്പുറം ജില്ലയിൽ മമ്പാട് പഞ്ചായത്താണെങ്കിലും നന്നമ്പ്ര പഞ്ചായത്താണെങ്കിലും കൂടുതൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ വെൽഫെയർ പാർട്ടി പിന്തുണയോടെയാണ് UDF മത്സരിക്കുന്നത്. ചിലയിടങ്ങളിൽ UDFന്റെ സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് നൽകുന്നു, വെൽഫെയർ പാർട്ടി ചിലയിടങ്ങളിൽ UDFനെ പിന്തുണക്കുന്നു. അങ്ങനെ വെൽഫെയർ പാർട്ടി ബന്ധമൊക്കെ തന്നെ കാര്യമായി ചർച്ചയായ ഒരിടം കൂടിയാണ് മലപ്പുറം എന്നുള്ളതാണ്. മാത്രമല്ല UDFനെ കാലങ്ങളായി വോട്ട് ബാങ്കായിരിക്കുന്ന ഈ മുസ്ലിം സംഘങ്ങൾ, പ്രത്യേകിച്ച് സമസ്തയിലെ ചില നേതാക്കളൊപ്പം തന്നെ സമസ്ത AP വിഭാഗത്തിലെ നേതാക്കൾ, മുജാഹിദ് വിഭാഗത്തിലെ നേതാക്കൾ, ഇവരൊക്കെ തന്നെ ഈ UDFുമായി ബന്ധപ്പെട്ട വെൽഫെയർ ബന്ധത്തെ വിമർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെൽഫെയർ പാർട്ടിയും UDF സഹകരണം ഏത് വിധേന ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ വെൽഫെയർ പാർട്ടി ബന്ധത്തിലാണ് നിലവിൽ LDFന്റെ പ്രതീക്ഷ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.